കേരള ഒരു മിനി പാകിസ്ഥാനാണെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ ഒപ്പോസ് ചെയ്യും. അത് ശരിയല്ല, അത് 100% ശരിയല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത്, ബട്ട് ഇത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം, ഒരു പെർസെപ്ഷൻ ഒരു ബിൽഡ് ചെയ്തിട്ടുണ്ട്, അതിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് റെസ്പോൺസിബിൾ. എന്താണ് പെർസെപ്ഷൻ? ഒക്ടോബർ 7 ഹമാസ് ടെററിസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്ഥലത്ത് ഹമാസ് റാഡിക്കലൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാവുന്നത് നമ്മുടെ കേരളയിലാണ്. അതിനെ ഒപ്പോസ് ചെയ്യുമ്പോൾ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരെ വർഗീയവാദി ഇത് വിളിച്ച് കേസ് ഫയൽ ചെയ്യുന്നത് നമ്മുടെ നാട് കേരളയിലാണ്. അതൊന്ന്. രണ്ടാമത്തത് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിതീഷ് റാണേൻ്റെ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി ഒപ്പോസ് ചെയ്യാണ്, അതിന് ഞാൻ സമ്മതിക്കില്ല. ബട്ട് നമ്മുടെ നാട്ടിൽ ഒരു സർവിംഗ് കേണൽ ഇന്ത്യൻ ആർമി ഓഫീസറിനെ അസോൾട്ട് ചെയ്യാനുള്ള ധൈര്യം ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ, എന്നിട്ട് ആ കേസിനെ ഒരു സോഫ്റ്റ് പെഡൽ ചെയ്യാനൊരു ഒരു 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 എന്താ പറയുന്ന ഒരു പെർസെപ്ഷൻ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ലെജിറ്റിമേറ്റ് ക്വസ്റ്റ്യൻ വരും. എന്താണ് ക്വസ്റ്റ്യൻ? നമ്മുടെ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് പോകുന്നത് എവിടെയാണ് ഏറ്റവും ഡേഞ്ചറസ് സ്ഥലം? പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ വിട്ടിട്ട് കേരളയിൽ മാത്രമാണോ ഇങ്ങനെ അസോൾട്ട് നടക്കുന്നത്? അത് ഞാൻ പറയുന്നത് ഇതെല്ലാം ഒരു പെർസെപ്ഷൻ ബിൽഡ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ രാജ്യത്തെ ഹോം മിനിസ്റ്ററായ മുഖ്യമന്ത്രി ഇങ്ങനത്തെ എല്ലാ ആക്ടിവിറ്റീസിലും 0 ടോളറൻസ് ഉണ്ടെന്ന് ഒരു മെസ്സേജ് കൊടുക്കണം. അത് കൊടുക്കില്ല. ഒരു കേണൽ ഈ വയനാടിന്റെ ദുരന്തത്തിന്റെ സമയത്ത് ആരാണ് വന്നത് സഹായിച്ചത്? നമ്മുടെ സ്റ്റേറ്റിൽ ഇന്ത്യൻ ആർമി അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കണ്ടേ ഹോം മിനിസ്റ്ററിന്? ഇങ്ങനെ ഞാൻ സമ്മതിക്കില്ല, നമ്മുടെ കേരളയിൽ ആർമി ഓഫീസറിനെ അസോൾട്ട് ചെയ്യുന്നത് ശരിയല്ല, അതൊന്നും പറയില്ല. അതുകൊണ്ട് നിതീഷ് റാണേന്റെ സ്റ്റേറ്റ്മെന്റ് വിടും, അത് ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടം ചെയ്യുന്നു. അത് ശരിയല്ല, അത് കറക്റ്റ് അല്ല. ബട്ട് ഈ ഒരു ഗ്രോയിങ് പെർസെപ്ഷൻ, ലോലെസ്നെസ് നമ്മുടെ നാട്ടിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ ലോലെസ്നെസ്സിന്റെ ഒരു ലെവൽ എത്തുന്നത് ആർമി ഓഫീസർ, ഒരു സർവിംഗ് ആർമി ഓഫീസറിനെ അസോൾട്ട് ചെയ്യുന്നത് ഇവിടെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ധൈര്യം വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്. അപ്പോൾ അതിന് ഒരു റെസ്പോൺസ് ഒന്നും നമ്മുടെ ഹോം മിനിസ്റ്ററായ ചീഫ് മിനിസ്റ്റർ കൊടുക്കുന്നില്ല. അതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ കമന്റ് വരും. അത് സത്യമാണെന്ന് നമുക്ക് അതിന്റെ എഗ്രി ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഒരു കമന്റ് ഇങ്ങനെ വരും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാട് പാലസ്തീനിലെ ജനങ്ങൾക്കൊപ്പമാണെന്ന് പലതവണ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതാണ്. പിന്നെ എങ്ങനെയാണ് പാലസ്തീന് അനുകൂലമായിട്ടൊരു പ്രകടനം കേരളത്തിൽ നടക്കുമ്പോൾ അത് തീവ്രവാദി? അല്ലല്ല, ഹമാസ് എന്ന് പറഞ്ഞത് അതിൽ പാലസ്തീനായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. അത് നിങ്ങൾ ട്രൈ ചെയ്താലും അത് നടക്കില്ല. ഹമാസ് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്ന് എല്ലാവരും സമ്മതിച്ചാണ്. ഒക്ടോബർ 7 ഒരു ഫ്രീഡം മൂവ്മെന്റ് ഒന്നും ആയിരുന്നില്ല. അവിടെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, അവിടെ ടെററിസം നടത്തതാണ്. അത് ഇവിടെ എൻ്റെ കൂടെ ആർഗ്യൂ ചെയ്യുന്ന ഒക്ടോബർ 7 ഹമാസ് വന്നത് ഒരു പീസ്ഫുൾ പാലസ്തീനിയൻ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ആർഗ്യുമെന്റ് ചെയ്യുകയാണെന്ന് അത് ഞാൻ സമ്മതിക്കില്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാട് ഭയങ്കര ക്ലിയർ ആണ്, കൺസിസ്റ്റന്റ് ആണ്. വി സപ്പോർട്ട് 2-state solution, ബട്ട് വി ഒപ്പോസ് ടെററിസം ഇൻ ദ നെയിം ഓഫ് എനി കോസ്. അത് ആര് ചെയ്താലും. ഈ മിനി പാകിസ്ഥാൻ പരാമർശത്തിൽ കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കൾ പല ചാനൽ ചർച്ചയിലും അല്ലാതെയുള്ള പ്രതികരണങ്ങളിലും നിതീഷ് റാണയെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അവരോട് കേരളത്തിലെ നേതാക്കളോട് അല്ല, നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പെർസെപ്ഷൻ ബിൽഡപ്പ് ആവുമ്പോൾ അതിൽ ആ പെർസെപ്ഷന്റെ പിന്നിൽ ആൾക്കാരങ്ങ് കമന്റ് ചെയ്യും. ഏത് നാട്ടിലാണ് ഒരു സർവിംഗ് ലെഫ്റ്റനന്റ് കേണലിനെ പിടിച്ചിട്ട് രണ്ടാൾക്കാർ ഇങ്ങനെ അടിക്കുന്നത്? പറയൂ. അല്ലല്ല, അതാണ് ഫ്രീയോ? അപ്പൊ എനിക്കൊരു അഭിപ്രായം ഉണ്ട് അതിനെ പറ്റി. എനിക്കൊരു അഭിപ്രായമുണ്ട്. അതേ ഒരു ആർമി ഓഫീസർ വയനാട് ദുരന്തത്തിൽ ജനങ്ങളെ സേവ ചെയ്ത് അവിടെ സേവ് ചെയ്യുന്ന ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഇതെങ്ങനെ കൊച്ചിയിൽ ഇങ്ങനെ അസോൾട്ട് ചെയ്യുന്നു? അപ്പോൾ അങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ടാവും, ഇങ്ങനെ ഒരു ലോലെസ്നെസ് ഉണ്ടെന്ന്. ഒരു 0 ടോളറൻസ് ആണെങ്കിൽ ചീഫ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, അദ്ദേഹം ഹോം മിനിസ്റ്റർ ആണല്ലോ, പറയണം ഈ നാട്ടിൽ ഇത് നടക്കില്ല. ഞാൻ ഇന്ന് ചാലഞ്ച് ചെയ്യുന്നു, ഇതൊന്നും പറയില്ല. അതെന്തുകൊണ്ട് പറയില്ല? ഇനി 12 മാസത്തിൽ ഇലക്ഷൻ ഇല്ലേ? ഞാൻ കമ്മ്യൂണിറ്റീൻ്റെ പേരൊന്നും എടുക്കുന്നില്ല. ആ 2 ആൾക്കാർ ഏത് കമ്മ്യൂണിറ്റിയിലാണ്
അത് നോക്കിയിട്ടാണ് സൈലൻസ്. അതാണ് പെർസെപ്ഷൻ. അത് സത്യമാണോ അല്ലേ അത് ചീഫ് മിനിസ്റ്റർ പറയണം. ബട്ട് കേരള ഒരു മിനി പാകിസ്ഥാനാണോ അതിൽ തന്നെ ഒരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല. വി വിൽ 100% ഒപ്പോസ്. അത് എവിടുന്ന് പറഞ്ഞാലും അത് BJP ഒരു വിഭാഗം നേതാക്കള് അത് അവര് പറയുന്നത് അവര് പറയട്ടെ, അവരോട് ചോദിക്കൂ. ഞാൻ പറയുന്നത് ഞാൻ പറയും. ഞാനത് ഒപ്പോസ് ചെയ്യും, 100% ഒപ്പോസ് ചെയ്യും. No, you are not hearing the main point. The point I am making is there is a perception. When an army officer is assaulted, when Hamas is invited to radicalize youth, there is a perception from the outside that the government is soft on radicalism. That perception may be wrong or may be right. But that perception can only be corrected by the chief minister, who is also the home minister. But he maintains a silence. And his only reaction is, when I call out Hamas, his only reaction is that I am communal. How am I communal when I say Hamas is a terrorist organization?